ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നും എടുത്തിട്ട് വന്നതല്ല. ചുമ്മാ കുറച്ച് സംസാരിക്കാമെന്ന രീതിയിൽ ഉള്ളതാണ് ഞാൻ. ഓക്കെ, ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനലിൽ ഞാനിപ്പോൾ മോട്ടിവേഷണലും അവയർനെസ്സിൻ്റെതും ഒത്തിരി ക്ലാസ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ, അതായത് എനിക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ എന്തിനെങ്കിലും കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതും അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ഇടാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ആ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും വേണം. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം ഉണ്ട്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. അപ്പൊ ഞാൻ ഓബിയസ്ലി നമ്മൾ പേര് വെളിപ്പെടുത്തത്തില്ല, ആരുടെയാണെങ്കിലും നമ്മൾ പേര് പറയത്തില്ല. അല്ലാതെ തന്നെ നമ്മൾ പേരിട്ട് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ പറഞ്ഞായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ സപ്പോർട്ടും കൂടി ആവശ്യമാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക, പിന്നെ ലൈക്കും കൂടി ചെയ്യുക. പിന്നെ ഇങ്ങനെ ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സ് ഫാമിലീസിനൊക്കെ. ഇതുപോലത്തെ ഒരു ചാനൽ ഉണ്ട്, അതിൽ ഇതുപോലെ മോട്ടിവേഷനും അവയർനെസ്സും കുറെ ടിപ്സും ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് ഇടുന്നത്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ കുട്ടികളുടെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തിരുന്നത്. അപ്പം അതുപോലത്തെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന ചാനലിലാണ് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ എല്ലാ തരം ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നത്. സോ അപ്പൊ ആർക്കെങ്കിലും ആ ചാനലിനെ പറ്റി അറിയത്തില്ല, ഇപ്പൊ ഇവിടെ എൻ്റെ നിലവിലിപ്പോ സബ്സ്ക്രൈബർ ആയി വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും പേർക്കുള്ളവർക്കോ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർക്കോ ആണെങ്കിൽ ഞാൻ പറയുന്നത് സെക്കൻഡ് ചാനലാണ്. എനിക്കല്ലാതെ തന്നെ ഒരു ചാനലും കൂടി ഉണ്ട്, ഇംഗ്ലീഷ് മാസ്റ്റർ 2024. അത് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ, പിന്നെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത ടിപ്സ്, അങ്ങനെ കുറെ സംഭവങ്ങൾ ആ ചാനലിൽ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ തന്നെ ഇതുപോലെ എനിക്ക് ഇമെയിൽ അയക്കുകയാണെങ്കിൽ വാട്സപ്പിലെ നമ്പറും എന്തായാലും ഡിസ്കഷൻ ബോക്സിലോ കമന്റിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ, ഇപ്പൊ ഓരോരുത്തരും ഞാൻ എന്താ ഈ ചാനലിലോട്ട് ഇങ്ങനെ എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും ഒക്കെ ഇപ്പം PSC എക്സാം എഴുതാൻ പോവാനോ ഓർക്ക് ഗ്രാമറിന് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഈ ഇടയ്ക്ക് എനിക്കൊരു കമന്റ് അല്ല, എനിക്കിങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ ഇട്ട് ചോദിച്ചാണ് ഗ്രാമറിന്റെ പുതിയ തരം ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളത്. കാരണം വെച്ചാല് ഓരോരുത്തർക്ക് മെയിൻ ആയിട്ടും ഇപ്പൊ ഇത് ഇംഗ്ലീഷിന്റെ ക്ലാസ് അല്ല, എന്നാലും ഞാൻ ഇതിൽ എടുത്ത് പറയാണ്. അതായത് ടെൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, അല്ലെങ്കിൽ ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടെൻസ് ആണ്. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സോ അപ്പൊ അതിന്റെ ക്ലാസ്സും ഞാൻ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം ഞാൻ ഇങ്ങനെ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ ചാനൽ ഒന്ന് കണ്ടു നോക്കുക, അതിലെ വീഡിയോസ് ഒക്കെ കാണുക, ക്ലാസ്സുകളൊക്കെ കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഒരു ചാനലിൽ നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള മോട്ടിവേഷണൽ സ്പീച്ചസ്, ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മോട്ടിവേഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഓരോരോ ടോപ്പിക്സ് ഒക്കെ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഏതൊക്കെ ടോപ്പിക്സ് പറയണം വെച്ചാൽ, ഇത് ഞാനിപ്പോ എടുത്ത് പറയുന്ന ടോപ്പിക്സ് ഒക്കെ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യവും സമൂഹത്തിൽ ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. TV-യിലായാലും എന്തെങ്കിലുമൊക്കെ ഇപ്പൊ റീൽസ് ഒക്കെ ഇടുന്നത് ഒത്തിരി സംഭവ വികാസങ്ങളാണ് ഇപ്പൊ റീൽസിലൊക്കെ കാണിക്കുന്നത്. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് പേഴ്സണലി ഞാനൊരു കാര്യം തുറന്നു പറയാം, എനിക്ക് എന്താ പറയാ, ഒരാളെ ഹേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ ഒരു റീസണും ഇല്ലാതെ ചുമ്മാ എസിറ്റേറ്റ് ചെയ്യുന്ന പോലെ, അതായത് ഹറാസ്മെന്റ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അതിനെ പ്രതികരിക്കാനായിട്ടുള്ള ഇതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ എനിക്ക് എപ്പോഴും ഇപ്പോൾ ബേസിക്കലി സീരിയൽസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ സീരിയൽസ് ഒന്നും കാണാറില്ല പൊതുവെ. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് വെച്ചാൽ ഇപ്പൊ ഒരാളിനെ ഇപ്പൊ സീരിയൽ ആകുമ്പോൾ അതൊരു അഭിനയമാണ്, അപ്പൊ നമ്മൾ ആ രീതിയിൽ എടുക്കുന്നോണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ എൻ്റെ ഒരു തോട്ട് ഞാൻ എന്നെ പറ്റി പറയാണ് കേട്ടോ. എനിക്ക് സീരിയൽ ആയാലും ഇപ്പം ഓരോ ഇൻസിഡൻസ് ഒക്കെ കാണുന്നത്, അതിൽ തന്നെ ഓരോ അടി പിടി വഴക്ക് ഒരു ഇഷ്യൂ ഇല്ലാതെ ഇപ്പൊ നമുക്ക് സീരിയൽ കാണുമ്പോൾ മനസ്സിലാവുന്നല്ലോ ആരുടെ ഭാഗത്താ ശരി എന്നുള്ളത്. ഞാൻ എന്തായാലും ശരിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്.
ആരും ഇപ്പൊ നമ്മൾ പേരൻസ് ആയിക്കോട്ടെ, മറ്റുള്ളവരായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുക. നമ്മളെപ്പോഴും ശരീരഭാഗത്ത് നിൽക്കുക. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് എനിക്കുള്ളത്. ശരീരഭാഗത്ത് നിൽക്കുക എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് ആണ് എനിക്ക്. ഞാനിങ്ങനെ ഞാൻ തെറ്റ് ചെയ്യുമെന്നല്ല. ഞാനിങ്ങനെ എന്താ പറയാ തെറ്റ് ചെയ്യാറില്ല. അങ്ങനെ പൊതുവെ ഞാൻ ഒരു തെറ്റും ചെയ്യാറില്ല. ഞാൻ ആരോടെയും ഇങ്ങനെ ഇപ്പൊ വീഡിയോസിൽ ഞാൻ ഓരോന്നൊക്കെ ഷെയർ ചെയ്യുന്ന പോലെ പേഴ്സണലായിട്ട് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ധൈര്യത്തോടെ ഇങ്ങനെ സംസാരിക്കാത്ത ഒരു കുട്ടിയാണ് ഞാൻ. അങ്ങനെയൊന്നും സംസാരിക്കത്തില്ല. ഇപ്പൊ എന്തെങ്കിലും അവരോട് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അത് പോട്ടെ വിട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്തിനാ? ഞാനങ്ങ് ക്ഷമിച്ചേക്കാന്നുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡാ എനിക്കത്. അതെ അങ്ങനെ എത്ര പേർക്കുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്നെ പോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ട്ടോ. എനിക്ക് ഇതുപോലെയാണ്. വെച്ചാൽ ഓപ്പൺ അപ്പ് ആയിട്ട് ഞാൻ ആരുടെയും ഇങ്ങനെ ഒരു കാര്യം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഓപ്പൺ അപ്പ് ആയിട്ട് ഷെയർ ചെയ്യാറില്ല. പക്ഷെ ഞാൻ തന്നെ പരിഹരിച്ചു പോകാറാ പതിവ്. കാരണം നമ്മളിപ്പോ ചിന്തിക്കുന്ന ഞാൻ എടുത്തു പറയുന്നുള്ള കാരണം എന്താ അറിയോ? പലർക്കും ഉള്ളൊരു ചിന്തയാണ്. ഇപ്പൊ നമുക്ക് എവിടെ വഴക്ക് അതായത് ഫാമിലി പ്രോബ്ലം ആയിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, ഫ്രണ്ട്സിന്റെ ഇടയിലായിക്കോട്ടെ, എല്ലാവരും ആയിക്കോട്ടെ. കാരണം ഞാൻ ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് ഞാനിപ്പം സമൂഹത്തിൽ അതായത് എല്ലാവരോടെയും അതായത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരോടെയും എനിക്ക് കുറച്ച് അടുപ്പം കൂടുതലാണ്. ഞാൻ ബേസിക്കലി തുറന്നു പറയാന്ന് വെച്ചാൽ എനിക്കിപ്പം ഫ്രണ്ട്സ് ഒക്കെ ഒരുപാടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടെയും ഇങ്ങനെ കോമൺലി സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ഞാൻ എല്ലാവരോടും അങ്ങനെ സംസാരിക്കത്തില്ല. എനിക്ക് തോന്നണം ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് ആവാനായിട്ട് ഞാൻ തന്നെ ആവാറില്ല. എന്നെപ്പറ്റി തന്നെ ഇവരെ ഇപ്പൊ ഇത്രയും പറയുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ട്ടോ. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാൻ താല്പര്യം കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇൻട്രോ പോലെ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഞാൻ ഭയങ്കര സോഫ്റ്റ് കൈൻഡ് ആയിട്ടുള്ള കുട്ടിയാ. എനിക്ക് പെട്ടെന്ന് ചെറിയ കാര്യം മതി സങ്കടം വരാൻ, ചെറിയ കാര്യം മതി സന്തോഷിക്കാൻ. എനിക്ക് ആ ഒരു ടൈപ്പാണ്. പക്ഷെ എനിക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരെ എന്ത് പ്രശ്നം വന്നാലും അത് എന്റെ പ്രശ്നമായിട്ട് എടുത്ത് അവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. ഞാൻ അങ്ങനെ കുറെ പേർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള റീസണും ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാനുള്ള കാരണം മെയിൻ ആയിട്ടും അതാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചാനൽസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെ തുടങ്ങും, എന്ത് ചെയ്യും എന്നുള്ള എനിക്കിങ്ങനെ ഓരോരുത്തർ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് വെച്ച് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാനാ എന്നുള്ള രീതിയിലുള്ള തോട്ട്സ് ഒക്കെയാണ് എനിക്ക്. പക്ഷെ എനിക്ക് ഇത്രയും ഐഡിയാസ് ഉണ്ടെന്നും എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇങ്ങനെ ചാനലിലൂടെ പറയണം എന്നുള്ളതൊന്നും എനിക്ക് ആദ്യം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അത്ര വലിയ ആഗ്രഹമില്ലായിരുന്നു. അത് ശരിക്കും ഞാൻ എന്റെ ഹസ്ബൻഡ് കാരണമാണ് എനിക്കിപ്പോ ഇത്രയും നല്ലൊരു വേദി കിട്ടിയത്. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാല് എന്റെ ഹസ്ബൻഡ് ആ യൂട്യൂബ് ചാനലിന്റെ കാര്യം തുടങ്ങാനായിട്ടുള്ള ഐഡിയ തന്നെ എനിക്ക് പറഞ്ഞു തന്നത്. മറ്റേത് എന്ത് തുടങ്ങുമെന്ന് ഇങ്ങനെ ആലോചിച്ചാണ് എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യം മനസ്സിൽ വന്നത്. കാരണം വെച്ചാൽ ഇപ്പൊ എനിക്ക് ബേസിക്കലി ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്നില്ലല്ലോ. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇടാനായിട്ട് ഞാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പം ഇതില് എനിക്ക് വന്നിട്ട് എനിക്കാർക്കെങ്കിലും മോട്ടിവേഷന് അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുക അങ്ങനത്തെ ഉള്ള പ്ലാറ്റ്ഫോമാണിത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കും കൂടി ഇട്ടത്. കാരണം വെച്ചാൽ എനിക്ക് മോട്ടിവേഷണൽ സ്പീച്ചസ് ഒക്കെ ഓരോരുത്തരെ പറ്റി ഇങ്ങനെ പറയാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങളായിട്ടൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ഇത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ്. എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് ഇങ്ങനെ നിങ്ങളോടൊക്കെ സംസാരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കുക, നിങ്ങളോട് സംസാരിക്കുക, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ഇഷ്ടമുള്ള കാര്യമാണ് അത് നമ്മൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്. ഇപ്പൊ നിങ്ങൾ വീട്ടമ്മമാര് കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് പല കഴിവുകളും ഉണ്ടാവും. പക്ഷെ ആരും അത് പുറത്തെടുക്കത്തില്ല കഴിവ്. എന്തുകൊണ്ടാ? അവരിങ്ങനെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി. ഇപ്പൊ കുക്കിംഗ് ആയാലും കുക്കിങ്ങും നമുക്കിപ്പോ ഇവിടുത്തെ യൂട്യൂബ് ചാനൽ കുക്കിങ്ങിൽ തന്നെ ഇപ്പൊ നമ്മൾ ചോദിക്കും, ഞാൻ എന്തിനാ കുക്കിംഗ് വീഡിയോസ് യൂട്യൂബ് ചാനലിൽ ഇടുന്നത്? എന്റെ കുക്കിംഗ് ആര് കാണാനാ? എന്നെക്കാളും കുക്ക് ചെയ്യുന്ന ഒരുപാട് പേര് വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. ഒത്തിരി പേര് വീഡിയോസ് ഇടുന്നുണ്ട്. ഞാൻ എന്തിനാ അങ്ങനെ ഇരുന്നുള്ള ചിന്ത പലർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ എന്റെ ഫീൽഡ് പറയുകയാണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഇപ്പൊ ഞാൻ കൂടാതെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പൊ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഒത്തിരി പേരുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ. പക്ഷെ എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം. എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ആണ് ഉള്ളത് ഷെയർ ചെയ്യാനായിട്ട്. അല്ലാതെ ഷെയർ പ്ലാറ്റ്ഫോം ഇല്ല. അപ്പൊ ആർക്കെങ്കിലും അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതും ക്ലാസ് എടുക്കുന്നതും ഓരോ ദിവസം ഞാൻ ടോപ്പിക്ക് ഞാൻ തന്നെ ഇപ്പൊ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ഓരോരോ ഗ്രാമറിന്റെ ടോപ്പിക്ക്
അങ്ങനെയൊക്കെ ഓരോ ടോപ്പിക് സെർച്ച് ചെയ്തിട്ട് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം വെച്ചാൽ ഒത്തിരി പേര് എനിക്കിങ്ങനെ ചോദിക്കാറുണ്ട്. പേഴ്സണലായിട്ട് കൂടുതൽ പേര് എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാറുള്ളത്. ഈ ഗ്രാമറിന്റെ ക്ലാസ് പൊതുവേ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പലർക്കും ഉള്ളൊരു മടിയാണല്ലോ. അതുകൊണ്ടാണ് അവരിങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് തന്നെ ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ ഞാൻ അത് വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോരോ ടോപ്പിക് ഒക്കെ എനിക്ക് കിട്ടുന്നതും ഐഡിയാസ് ഒക്കെ കിട്ടുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. ഏറ്റവും വലിയൊരു കാര്യമാണത്. അപ്പൊ ദയവായി സപ്പോർട്ട് ചെയ്യുക. ഈ ചെറിയൊരു യൂട്യൂബറാണ്, ഞാൻ കുട്ടി യൂട്യൂബറാണ്. അപ്പം ആ യൂട്യൂബറിനെ ഒന്ന് അനുഗ്രഹിക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഏത് തരം ടോപ്പിക്സ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതുപോലെ വീട്ടമ്മമാരെ ഞാൻ പറഞ്ഞു വന്നത്, വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അവർക്ക് അത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അവരേതായാലും ഇപ്പോൾ ഓരോരുത്തർ കുക്ക് ചെയ്യുമ്പം സ്റ്റൈൽ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും കുക്ക് ചെയ്യുന്ന രീതി വേറെയാണ്. ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യുന്ന രീതി വേറെയാ, മറ്റുള്ളവർ കുക്ക് ചെയ്യുന്ന രീതി വേറെയായിരിക്കും. അപ്പം ഓരോരുത്തർ കുക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലുണ്ട്, അതൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഏത് രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഓരോരുത്തർക്ക് ഇപ്പൊ കട്ട് ചെയ്യുന്ന സ്റ്റൈൽ ഉണ്ടാവും, ചിലർക്ക് ഓരോരുത്തർക്ക് ഓരോ കഴിവുകളുണ്ട്, ഇല്ലാന്ന് പറയത്തില്ല. എല്ലാവർക്കും ദൈവം നമുക്കെല്ലാം ഓരോരുത്തർക്ക് ഓരോ കഴിവ് തന്നിട്ടുണ്ട്. നമ്മളൊന്നുമില്ല. പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഓ എനിക്കൊരു കഴിവും ഇല്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള ചിന്തയുണ്ട്. പക്ഷെ നമ്മൾ അതില്ല, നമുക്ക് പാട്ടും ഡാൻസും മാത്രമല്ല, അല്ലാത്ത കാര്യം നമ്മൾ ആ മൂലം അറിയത്തില്ല. പക്ഷെ നമുക്ക് ആ കഴിവുണ്ട്. ഇപ്പൊ എനിക്കിങ്ങനെ ഇതുപോലെ ഞാൻ സത്യം പറഞ്ഞ ഒരു കാര്യം തുറന്നു പറയട്ടെ, ഞാൻ ഇങ്ങനെ സംസാരിക്കാത്ത കുട്ടിയായിരുന്നു. ഇങ്ങനെ ആരോടും പൊതുവെ സംസാരിക്കത്തില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് സംസാരിച്ചില്ലെങ്കിലാണ് എനിക്കൊരു വിഷമം, ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ കൂടുതൽ ഇപ്പൊ എനിക്ക് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആരില്ല. കാരണം എന്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട്, പിന്നെ എന്റെ കസിൻ ആണ്, അവള് വന്നാൽ പിന്നെ അവളെ വിടത്തില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും നോൺ സ്റ്റോപ്പ് ആയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് എനിക്കിപ്പോ ഇഷ്ടം, സംസാരിക്കാനായിട്ട് കൂടുതലും. പല ടോപ്പിക്സും പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും മാറും. ഇപ്പൊ എനിക്ക് തന്നെ അറിയത്തില്ല, ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങും, നിങ്ങളായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പോലും വിചാരിച്ചതല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ സാധിച്ചെടുത്തപ്പോ എനിക്കൊരു കാര്യമുണ്ട്. എന്നുവെച്ചാൽ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും തീർച്ചയായിട്ടും. എനിക്കത് നല്ല വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ട്, ഇപ്പൊ അടുത്ത് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, പല പല കഴിവ്, ഏത് കഴിവും ആയിക്കോട്ടെ. ഇപ്പൊ അടുത്തൊരു പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പുറത്ത് ചിന്തിക്കുന്നുണ്ടാവാം, എനിക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും നോക്കണം, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാ വിഷയമാ പഠിപ്പിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ആ വിഷയം എടുത്ത് നിങ്ങൾ തന്നെ അങ്ങനെ, ഇപ്പൊ ഞാനിപ്പോ ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഒക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾക്കും അതുപോലെ ചെയ്യാം, ബോർഡൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പൊ ആൾക്കാരെ ഓരോരുത്തർ കണ്ട് ഇഷ്ടപ്പെട്ട്, അതിനൊക്കെയാണ് നമ്മളെ കഴിവുകളെ നമ്മൾ പൂട്ടി വെച്ചിട്ടൊരു കാര്യമില്ല. നമ്മളത് പുറത്തേക്ക് കൊണ്ടുവരിക. എന്നുവെച്ചാൽ നമ്മൾ നന്നാവണം എന്നുള്ളത് ഇപ്പൊ 100-ല് ഒരു 10% പേര് ആൾക്കൊക്കെ ആഗ്രഹം കാണത്തുള്ളൂ നമ്മൾ നന്നാവണം എന്നുള്ളത്. എന്റെ ഒരു ഒപ്പീനിയൻ പറയാം കേട്ടോ, എന്റെ ഒരു സാഹചര്യം വെച്ച് അങ്ങനെയാണ്. ബാക്കി 90% ആൾക്കാർക്കും നമ്മൾ നന്നാവുന്നത് ഇഷ്ടമല്ല. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് അസൂയ, കുശുമ്പ്, ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് സമൂഹത്തിൽ. എന്റെ ചുറ്റും എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ കൂടെ നിൽക്കുന്ന 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അത്രയും പേര് മതി, അവരെ സപ്പോർട്ട് മതി എനിക്ക്. 10% ആൾക്കാരെങ്കിൽ 10%, അത്രയും പേര് മതി എനിക്ക് സപ്പോർട്ടായിട്ട്. ഇപ്പൊ ബാക്കി നമ്മളെ വീഡിയോസ് കാണുന്നവര് കണ്ടാൽ മതി. എനിക്കങ്ങനെ എല്ലാവരും കണ്ടിട്ട് എന്താ പറയാ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവര് കാണുക. ഞാനിങ്ങനെ ആരെയും എന്താ ഇപ്പോഴത്തെയുണ്ട് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുക, ഫോളോ ചെയ്യിപ്പിക്കുക, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തില്ല. എന്റെ ഫ്രണ്ട്സിന് പോലും സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടില്ല വീഡിയോസ് ഒന്നും. എന്റെ യൂട്യൂബ് ചാനൽ ആണെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഓരോരുത്തർ കാണും, ഞാൻ വിചാരിച്ചു എന്താ നല്ല രീതിയിൽ തന്നെ പോട്ടെ. ഇപ്പൊ ഓരോരുത്തർ എന്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവര് എന്തായാലും വരും, അതെനിക്കറിയാം, എനിക്ക് നല്ല വിശ്വാസമുണ്ട് അങ്ങനെ വരുമെന്നുള്ളത്. ഇപ്പൊ എന്റെ സംസാരം കേട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക്, ഇപ്പൊ നമ്മൾ എന്തിനാ ഓരോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, നമുക്ക് ഓരോരുത്തരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, അതായത് ചിലർക്ക് കുക്കിങ്ങിന്റെ സ്റ്റൈൽ കണ്ടിട്ടായിരിക്കും, ചിലർ സംസാരം കണ്ടിട്ടായിരിക്കും, അങ്ങനെയൊക്കെ ഓരോരുത്തർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്ക്. കാരണം വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് എന്റെ യൂട്യൂബ് ചാനൽ അല്ല, എനിക്ക് എന്റെ ഫേസ്ബുക്ക്, അതായത് ഈ സ്പോക്കൺ ഇംഗ്ലീഷിന് ഫേസ്ബുക്ക് ചാനൽ ഉണ്ടല്ലോ, അപ്പൊ അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിൽ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഫോളോവേഴ്സിനെ എടുത്ത് നോക്കുവാണെങ്കിൽ ശരിക്കും ഞാൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഞാനിങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ കൂടുതലും സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ വന്നിട്ട് പുറത്തുള്ള ആൾക്കാരാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ കസിനോട് ചോദിച്ചു എന്തുകൊണ്ടാന്ന് അറിയത്തില്ല. അപ്പൊ അവര് പറഞ്ഞത് ചേച്ചിയുടെ സംസാരം കേട്ടിട്ട് നല്ല രസമായിട്ട് തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതാണ് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത്. അതായത് എന്താ പറയാ, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഇപ്പം കെനിയക്കാരും അങ്ങനെയൊക്കെ ഉള്ള ഇംഗ്ലീഷുകാരും അവരൊക്കെയാ കൂടുതൽ. ഞാൻ വിചാരിച്ചു
എന്റെ ഇംഗ്ലീഷ്, എന്റെ ഈ മലയാളം കേട്ടിട്ട് അവർക്ക് എങ്ങനെ മനസ്സിലാവാനാ? അപ്പൊ അവള് പറഞ്ഞത് എന്റെ ഈ ഒരു സംസാര രീതി കേട്ടിട്ടാണെന്ന്. എനിക്ക് അതുപോലെ നിങ്ങൾക്കും പറ്റും. നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്യും. ഓക്കെ. ഞാനിപ്പോ ഈ എന്നെപ്പറ്റി തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞന്നേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് വീഡിയോ ഇടാനായിട്ട് എന്ത് ഇടും എന്നിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി നിങ്ങളോട് ഇതിനെ പറ്റിയൊക്കെ പറയാം. അങ്ങനെ ഞാൻ ഒരു വീഡിയോ തയ്യാറാക്കി ഇടുന്നന്നേ ഉള്ളൂ. ഓക്കെ. എനിക്കത് എത്ര പേർക്ക് ഇഷ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ട്, നിങ്ങക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, നിങ്ങക്കും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ആരും മടിച്ച് നിൽക്കരുത്. മുന്നോട്ട് വരാ. നമ്മളെപ്പഴും പണ്ടത്തെ കാലമൊന്നുമില്ല. പണ്ടത്തെ കാലഘട്ടത്തില് സ്ത്രീകൾ പുറത്തിറങ്ങരുത്. സ്ത്രീകൾ അത് ചെയ്താ കുറ്റം, ഇത് ചെയ്താ കുറ്റം. ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല. ഇപ്പൊ പുരുഷന്മാരെക്കാട്ടിലും സ്ത്രീകളാണ് ഓരോ കാര്യങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്കാം. നമ്മുടെ വീട്ടിലായാലും ഇപ്പൊ നമ്മൾ വീട്ടു ജോലി ഓരോരുത്തർക്ക് വീട്ടിൽ ഇരുന്ന് ഇരിക്കാനാണ് ഇഷ്ടം. വീട്ടിൽ ജോലി നോക്കി ഭർത്താവിന്റെ കാര്യം നോക്കി കുട്ടികളുടെ കാര്യം നോക്കി അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷെ എന്താ പറയാ എല്ലാവർക്കും അത് ഇഷ്ടമാവുന്നില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ ഇരുന്നായാലും നമുക്ക് ചെയ്യുന്ന ഒരുപാട് ജോലികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. യൂട്യൂബ് ചാനലൊക്കെ നമുക്ക് തുടങ്ങാവുന്ന കാര്യമല്ല. വലിയ വിഷയമൊന്നുമില്ല. രാവിലത്തെ ഇപ്പൊ യൂട്യൂബ് ചാനൽ എന്തൊക്കെയാ ഇടുന്നത് അവര് വീട്ടിലെ കാര്യങ്ങളായിരിക്കും. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള വീട്ടിലെ കാര്യങ്ങളായിരിക്കും. വീട്ടിൽ കുട്ടികളെ സ്കൂളിൽ പഠിക്കുന്നത് അവർക്ക് എന്താണ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫും അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഇടാക്കും അങ്ങനെയൊക്കെ വന്ന് ഓരോരുത്തർ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പൊ നമ്മളും അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തർ നമ്മളെയും സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന തെറ്റ്. എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഇടയ്ക്കാണ് മനസ്സിലായത്. നമ്മൾ ചിന്തകൾക്ക് ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നതല്ല എന്റെ ജീവിതത്തിൽ നടക്കുന്നത്. അതൊരു വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും മുന്നോട്ട് വരാം. ആർക്കെങ്കിലും എന്റെ ഈ മോട്ടിവേഷൻ കേട്ടിട്ട് ആർക്കെങ്കിലും തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം തുടങ്ങിക്കോളാം. നിങ്ങളൊന്നും മടി വിചാരിക്കരുത്. നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. നമ്മളെപ്പോഴും മുന്നോട്ട് പോയി അച്ചീവ് ചെയ്യുക. സ്ത്രീകൾക്ക് എപ്പോഴും ഒരു കരുത്തുണ്ട്. അവർക്കിപ്പോ ഒരു എന്താ പറയാ എവിടെയെങ്കിലും ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിപ്പം നാളത്തെ കാലം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ദൈവം സഹായിച്ച് ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയ നല്ലൊരു ഹസ്ബൻഡിനാണ്. പക്ഷെ ഭാവിയുടെ കാര്യം നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഓക്കെയാണ്. എന്താവും ഭാവിയിൽ എന്താവും നമ്മുടെ അവസ്ഥ എന്താവും എന്നൊന്നും നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അന്നേരം നമുക്ക് ഒരു ജോലി ഇപ്പൊ നമുക്ക് ഇപ്പൊ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തന്നെ ആ പൈസ കൊണ്ടൊന്നും അവർക്ക് പറ്റില്ല. ഭാവിയിൽ ഇപ്പം ഓരോരുത്തരൊന്നും വില കൂടി വരുവാണ്. ഇപ്പൊ നമ്മൾ സ്വർണ്ണത്തിന്റെ വില കേട്ടാൽ തന്നെ നമുക്കറിയാമല്ലോ. ഒരുപാട് കൂടുതലാണ്. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പം കൂടെ സൈഡ് ബിസിനസ്സും കൂടി വേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ അതും കൂടി ചെയ്യുക. നമ്മളിപ്പോ ഇപ്പൊ എനിക്കും ജോലിയുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്നതാ. ഞാനൊരു അക്കൗണ്ടന്റ് ആണ്. ബേസിക്കലി ഞാൻ ഒരു അക്കൗണ്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നതാ. എന്റെ സൈഡായിട്ടാണ് ഞാൻ ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യമൊക്കെ ചെയ്യുന്നത് തന്നെ. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ നിങ്ങളും അതുപോലെ ചെയ്യുക. ട്യൂഷൻ എടുക്കുന്നതും സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഇതൊക്കെ എന്റെ ഒരു പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ വീട്ടില് ഞാൻ നോക്കുവാണെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വന്നാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എനിക്ക് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുക. ആ ഇവിടെ എന്തായാലും എന്താ പറയാ അങ്ങനെ ഒരു പ്രത്യേകിച്ച് പണിയൊന്നും. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന്. കാരണം ഞാൻ എടുത്തു പറയുന്ന കാരണം വെച്ചാൽ എന്റെ വീട്ടില് എന്റെ അമ്മായിമ്മയാണ് എല്ലാം ചെയ്യുന്നത്. എന്നുവെച്ചാൽ കിച്ചണിലെ മൊത്തം അവർ ഓരോരുത്തർക്ക് ഉണ്ടല്ലോ ഇങ്ങനെ അവര് ചെയ്താലേ തൃപ്തിയാവുള്ളൂ. സോ അപ്പം എന്റെ അമ്മായിമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കുക്കിങ്ങും എല്ലാം അവർക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നത്. അതാണ് ഇഷ്ടം. നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എനിക്കത് ഭയങ്കര ബോറടിയാണ്. അതിന് വന്നാലും യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്റെ ഹസ്ബൻഡ് അതാ പറഞ്ഞു നീ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ. അപ്പൊ പിന്നെ നിന്റെ ബോറടി മാറിക്കോളും. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണിത്. ശരിക്കും ഇത്ര ആവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളോടൊക്കെയാ നന്ദി പറയേണ്ടത്. നിങ്ങളോടൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടല്ലോ. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് പറയാനാ എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ഒരു 2-3 മിനിറ്റ് സംസാരിച്ചിട്ട് കട്ട് ചെയ്യാന്നുള്ള വിചാരിച്ചു. പക്ഷെ ഇത്രയും നീണ്ടു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് നിങ്ങളോട് സംസാരിച്ച് സംസാരിച്ച് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് നല്ലപോലെ. നേരത്തെ അതില്ല. എനിക്ക് ആരും സംസാരിക്കുമ്പോൾ പിന്നെ എന്ത് പറയും എങ്ങനെ സംസാരിക്കാന്നുള്ള ഇതാണ്. ഇപ്പൊ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളോടൊക്കെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് ധൈര്യപൂർവ്വം വന്നിട്ടുണ്ട്. അതിനൊക്കെ നന്ദി പറയേണ്ടത് നിങ്ങളോടാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇത്ര ലെന്തി ആയിപ്പോയി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുള്ള ടിപ്സ് കിട്ടിക്കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോട്ടിവേഷൻ ഞാൻ സത്യം പറയാമല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മടിയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും പുറത്ത് വന്ന് എന്തും ചെയ്യാവുന്ന കാര്യം. ഇപ്പൊ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. മടി വിചാരിക്കും. ഇപ്പൊ ഓരോരുത്തർ പറയും നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം നീ ഇങ്ങനെ ഇരുന്നോന്നൊക്കെ പറയും. നമ്മളെ കുറെ കേൾക്കുന്നതാണ്. നിങ്ങൾ അത് കേട്ടാൽ എല്ലാവർക്കും ഓരോ കഴിവുണ്ട്. നിങ്ങൾ ചിന്തിക്കുക ദൈവം നമുക്ക് ഒരു കഴിവ് തന്നിട്ടുണ്ടാവും. നമ്മൾ അത് യൂസ് ചെയ്യണം. ചിലപ്പോൾ വരയ്ക്കാൻ നല്ല കഴിവായിരിക്കും. ചിലർക്ക് പാട്ട് പാടാൻ നല്ല കഴിവായിരിക്കും. ചിലർക്ക് മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിക്കാൻ നല്ല കഴിവായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള കഴിവുണ്ട്. നമ്മൾ പോലും അറിയുന്നില്ല. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നതിന് ഒരു കഴിവാണ്. എനിക്ക് ദൈവം തന്നൊരു കഴിവാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നത്. ആ കണക്കിന് വെച്ച് നോക്കി നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരല്ലേ. നമ്മളിപ്പോ അതാ ചിന്തിക്കേണ്ടത്. ഓൾവേസ് പോസിറ്റീവ്. ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ഇതാണ് എനിക്ക് പറയാനുള്ളത്.
ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ അടുത്ത യൂസ്ഫുൾ ആയിട്ടൊരു ടോപ്പിക് എടുത്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം, അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും സി യു.